സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ഇദാ ഖാല റജുൽ, ഒരാൾ പറഞ്ഞാൽ, എന്ത് പറഞ്ഞാൽ? ജനങ്ങളൊക്കെ ഹലാക്കിലായല്ലോ, നശിച്ചല്ലോ, എന്തൊരു കാലമാണിത്, ജനങ്ങളൊക്കെ നശിച്ചല്ലോ എന്ന് ആരെങ്കിലും പറഞ്ഞാൽ റസൂലുള്ളാഹി പറയാണ്, അത് പറഞ്ഞവനാണ് ഏറ്റവും കൂടുതൽ നശിച്ചവൻ. അത് പറഞ്ഞിട്ട് ഇമാം നവവി പറയാണ്, വരിവായത്തുൽ മഷ്ഹൂറ, ഏറ്റവും പ്രസിദ്ധമായ വായന ഇവിടെ എങ്ങനെയാണ് റിപ്പോർട്ട്? അഹ്ലകുഹും എന്നാണ്. അതായത് കാഫിന് റഫ്ഇൽ കാഫി, കാഫിന് റഫ്ഇ ലമ്മ് കൊടുത്തുകൊണ്ട് അഹ്ലകുഹും എന്നാണ് വായിക്കേണ്ടത്. അതാണ് പ്രസിദ്ധമായ വായന. ആ നിലക്കുള്ള അർത്ഥമാണ് ഞാൻ ആദ്യം പറഞ്ഞത്. എന്ത്? അവരിലെ ഏറ്റവും നാശം പിടിച്ചവൻ അവൻ തന്നെയാണ്. അത് ഏത് വായിക്കുമ്പോഴാണ് അർത്ഥം കിട്ടുക? അഹ്ലകുഹും എന്ന് കാഫിനെ ലമ്മാക്കി വായിക്കുമ്പോൾ കിട്ടുന്ന അർത്ഥമാണ്. എന്നാൽ ശേഷം പറയുന്നത് നോക്കൂ, വറുവിയ ബിനസ്ബിഹ, കാഫിന് ഫതഹ് നൽകിക്കൊണ്ടും റിപ്പോർട്ട് വന്നിട്ടുണ്ട്. അപ്പം എങ്ങനെ വായിക്കുക? ഫഹുവ അഹ്ലകഹും, ഫഹുവ അഹ്ലകഹും. അപ്പം അർത്ഥം എന്താ വരിക? ഇവനാണ് അവരെ നശിപ്പിച്ചവൻ. ജനങ്ങൾ നശിച്ചു എന്ന് ഒരാൾ പറഞ്ഞാൽ ഈ പറഞ്ഞവനാണ് ജനങ്ങളെ എന്ത് ചെയ്യുന്നത്? നശിപ്പിക്കുന്നത്. അങ്ങനെ രണ്ട് നിലക്കും അവിടെ വായനയുണ്ട്. രണ്ട് നിലക്ക് പറഞ്ഞാലും ആശയങ്ങളിൽ യാതൊരു തകരാറും ഇല്ല. ഇനി ഇതിനെക്കുറിച്ച് തന്നെ ഇമാം നവവിയുടെ വക ഒരു വ്യാഖ്യാനം അവിടെ നൽകുന്നത് നോക്കൂ. അദ്ദേഹം പറയണേ, ഇപ്പം ജനങ്ങളൊക്കെ നശിച്ചല്ലോ, ജനങ്ങളൊക്കെ നശിച്ചു പോയിരിക്കുന്നു എന്ന വർത്തമാനം പറയാൻ പാടില്ല എന്നാണ് ഇപ്പം ഇന്ന് മനസ്സിലാവുക. എന്നാൽ അദ്ദേഹം പറയണേ, ഇത് പറയാൻ പാടില്ല എന്ന ഈ നിരോധം ആരെക്കുറിച്ചാണ്? ഇങ്ങനെ പറയുന്നവരെക്കുറിച്ച് മാത്രമാണ്. ഏത് നിലക്ക്? അജബം ബി നഫ്സിഹി, തൻ്റെ കാര്യത്തിൽ ഒരു റുജുബോടുകൂടി, തൻ്റെ കാര്യം വളരെ ഉഷാറാണ്, തന്നെ പൊക്കിയിട്ടാണ് ഈ പറയുന്നതെങ്കിൽ അങ്ങനെ പറയാൻ പാടില്ല. എന്നെ പൊക്കിയിട്ടാണ് ഞാൻ പറയുന്നത്, ഞാൻ ഉഷാറാ, ജനങ്ങളൊക്കെ ഒരു കാര്യം, ഞാൻ എന്ത് നല്ല മനുഷ്യനാ, ഞാൻ എത്ര ഓക്കെയാണ്, ഈ ജനങ്ങളൊക്കെ എന്തീ പറ്റിപ്പോയത്, എല്ലാവരും വളരെ നശിച്ചു പോയല്ലോ എന്ന് ഞാൻ പറയുന്നത് എന്നെ ഒഴിവാക്കിയിട്ട് എന്നെ ശുദ്ധപ്പെടുത്താനാണെങ്കിൽ അത് ഹറാമാണ്. തീർന്നില്ല. ജനങ്ങളെയൊക്കെ നിസ്സാരമായി കാണാനും ജനങ്ങളെ നിസ്സാരമാക്കാനും അവരെക്കാൾ ഞാൻ ഉയർന്നവനാണെന്ന് പറയാനുമാണ് അങ്ങനെ പറയുന്നതെങ്കിൽ അതാണ് ഹറാമായി തീരുന്ന രീതി. നേരെ മറിച്ച് അമ്മാമൻ ഖാലഹു, എന്നാൽ ഒരാൾ ഇത് പറയുന്നത് ഏതിൻ്റെ അടിസ്ഥാനത്തിലാണ്? അയാൾ ഇന്നത്തെ കാലത്തെ ജനങ്ങളെ ഇങ്ങനെ നോക്കുമ്പോൾ ജനങ്ങളിൽ അയാൾ കാണുകയാണ് എന്ത്? ഒരുപാട് പോരായ്മകൾ കാണുന്നുണ്ട്. ഏത് കാര്യത്തിൽ? അവരുടെ ദീനിൻ്റെ നിലവാരം നോക്കുമ്പോൾ വളരെ ജനങ്ങളൊക്കെ ചെറുപ്പക്കാരും മറ്റു ആരായിരുന്നാലും ദീനിയായ രംഗത്ത് നിന്നൊക്കെ പിറകോട്ട് പോകുന്നത് കണ്ടപ്പോൾ അയാൾ ദീനനുസരിച്ച് മാക്സിമം ജീവിക്കുന്നുണ്ട്. ജനങ്ങളാണെങ്കിൽ ഈ ഒരു തലമുറ ദീനിൽ നിന്നിങ്ങനെ എല്ലാ മേഖലയിലും അകന്നു പോകുന്ന ഒരു കാഴ്ച അദ്ദേഹത്തിൻ്റെ ദൃഷ്ടിയിൽപ്പെട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞതാണ്, അവരുടെ കാര്യത്തിലുള്ള ഹുസ്ന് സഹിക്കാഞ്ഞിട്ട്, അവരുടെ കാര്യത്തിലുള്ള ദുഃഖം ഭാരം കൊണ്ട്, മതത്തിൻ്റെ കാര്യത്തിലുമുള്ള അവരുടെ അവസ്ഥയോർത്തിട്ടുള്ള സങ്കടമാണ് പറയുന്നതെങ്കിൽ അങ്ങനെ പറയുന്നതുകൊണ്ട് എന്തില്ല? വിരോധമല്ല. അപ്പോൾ പറയുന്നവരെ നിയത്തനുസരിച്ചിരിക്കും.